നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നടന്ന പരീക്ഷ നമുക്കറിയാം അല്ലേ, UPSA പരീക്ഷയാണ് ഇന്ന് നടന്നത്. UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയാണ് ഇന്ന് നടന്നത് എന്ന് നമുക്കറിയാം. ഈ പരീക്ഷ എഴുതുവാനായിട്ട് ഓരോ ജില്ലകളിലും അല്ലേ മുൻ നിയമനങ്ങൾ നടന്നത് എത്ര വരെയുള്ള ആളുകളെ റാങ്ക് പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി എന്നൊക്കെ നോക്കി ആറ്റുനോറ്റിരുന്ന് എവിടെ അയക്കണം എന്ന രീതിയിൽ വരെ ചിന്തിച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം ഈ പരീക്ഷ എഴുതുന്ന ആൾക്കാരായിരിക്കും ഒരു പകുതിയിലധികം വരുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ മത്സരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയുണ്ട്. മത്സരം കുറയ്ക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ചുമ്മാ പോയി എഴുതുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ പോയി എഴുതിയാലും അവരൊന്നും മത്സരക്ഷമത തന്നെ ഉണ്ടാക്കാത്തത് കൊണ്ട് മത്സരിക്കാൻ വരുന്ന ആളുകളുടെ മത്സരത്തിന് ഒരിക്കലും ഒരു കുറവ് സംഭവിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല, പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ശോഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. എന്നിരുന്നാലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ശോഷണമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല നിലവാരത്തിൽ സർക്കാർ സ്കൂളുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വകാര്യ സ്കൂളുകളിലും കുട്ടികൾ കൂടുന്നുണ്ട് എന്നാണ് സ്വകാര്യ സ്കൂളുകളുടെയും കണക്കുകൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നിയമനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തെ എത്രയൊക്കെ നടക്കണം എന്ന് യാതൊരു ഉറപ്പും നമുക്ക് ഇല്ല. പിന്നെ ഈ ലിസ്റ്റ് വാരിക്കോരി മല പോലെ ഇടുമെന്നും നമ്മൾ കണക്കാക്കുന്നില്ല. കഴിഞ്ഞ തവണ ഇട്ടതുപോലെയുള്ള ലിസ്റ്റൊന്നും കാണില്ല. അപ്പോൾ ലിസ്റ്റുകളൊക്കെ ഒരുപാട് ചുരുങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന ആളുകൾ 14 ജില്ലകളിലും പോയി എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ തവണത്തേക്ക് കട്ട് ഓഫുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നിയമന നിലയുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ നമുക്കറിയാം അല്ലേ. മാർക്കുകളൊക്കെ നമ്മൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. 45 മാർക്കിൻ്റെ ജനറൽ ടോപ്പിക് ഉണ്ടായിരുന്നു അല്ലേ, 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു, 15 മാർക്കിൻ്റെ മാത്സ് മേഖല ഉണ്ടായിരുന്നു, 10 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, 10 മാർക്കിൻ്റെ മലയാളം, ഇങ്ങനെ 1, 2, 3, 4, 5 മേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലെല്ലാ മേഖലകളിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ഇൻഡിപെൻഡൻറ്റ് ഏരിയകളിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് GK മേഖല നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ GKയിൽ എന്തുണ്ട്, സയൻസും കിടപ്പുണ്ട്, അതേപോലെ തന്നെ ആർട്സും കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾക്ക് നന്നായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് എവിടെയെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിടത്ത് നേടുന്ന അഡ്വാൻറ്റേജ് മറ്റൊരിടത്ത് നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ 45 മാർക്കിൻ്റെ GK ചോദ്യം ചെയ്യുന്ന ഒരാൾക്ക് ഒരു 23 മാർക്ക് അതാണ് നേടാൻ പറ്റും. 25ഓളം മാർക്കേ നേടാൻ പറ്റുള്ളൂ. അതിൽ തന്നെ വീണ്ടും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 23 മാർക്കിലേക്ക് വരും. നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ സ്പെഷ്യൽ ടോപ്പിക് അതെന്തായാലും നല്ല രീതിയിൽ പഠിച്ചിട്ടായിരിക്കും എല്ലാവരും പോവുക. കാര്യം അതാണ് റാങ്ക് മേക്കിംഗ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ ഒരു കുഴപ്പം നമുക്കുണ്ട്. കാര്യം എന്താണ്, ഈ ചോദ്യമൊക്കെ വായിച്ച് നമ്മൾ സാധാരണ വായിച്ച് ചരിത്രമോ സയൻസോ വായിക്കുന്ന പോലെയല്ല. ഇത് മനഃശാസ്ത്രമാണ്. നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, നേരിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കാതെ ഒന്ന് ചിന്തിക്കാനുള്ള ടൈം നമ്മളോട് എടുക്കും. കാര്യം എന്താ, മനഃശാസ്ത്രമാണല്ലോ, മനസ്സിലാക്കി വേണമല്ലോ കണ്ടെത്താൻ. അപ്പോൾ ഇച്ചിരി സമയം കൂടുതൽ എടുക്കുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ മേഖലയിൽ നമ്മൾ നോക്കിയാലും ഒരു 15 മാർക്കിനുള്ള കാര്യങ്ങൾ ആർക്കും തന്നെ കിട്ടുന്നതാണ്. നന്നായിട്ട് സൈക്കോളജി പഠിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരാൾക്ക് 15 മാർക്കുകൾ കിട്ടും. വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ ആ ഏരിയയിലില്ലായിരുന്നു അല്ലേ. ഒരു 15ഓളം മാർക്കുകൾ ഈ ഒരു ഏരിയയിൽ കിട്ടും. കാര്യം സൈക്കോളജിയുടെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാൻ പറ്റും അത്രത്തോളം 15ഓളം മാർക്കുകൾ കിട്ടുന്നതാണ്. ഇനിയുള്ളത് കണക്കാണ്. കണക്കിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾക്ക് 15ൽ 15 കിട്ടും, യാതൊരു തർക്കവും വേണ്ട അല്ലേ. എന്നാൽ കണക്കിൽ വലിയ പരിചയമില്ലാത്ത എന്നാൽ കണക്ക് പഠിച്ചെടുത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള 15ഓളം ചെയ്യാനായിട്ട് തോന്നുമെങ്കിലും പലരും റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. എന്നിരുന്നാലും ഇവിടെ കണക്കിന് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു 10 മുതൽ 12 ഒരു 11ഓളം മാർക്ക് ഈ പറഞ്ഞിട്ടുള്ള കണക്കിന് കിട്ടും. ഒരു 11 മാർക്ക് കണക്കിന് വയ്ക്കുമെന്ന് കൂട്ടിക്കും, ഒരു 11ഓളം മാർക്ക് എടുക്കും. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നോക്കി, ഇംഗ്ലീഷ് അറിയാവുന്നവരെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഇംഗ്ലീഷ് പഠിച്ചെടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് പ്രയാസമാണ്. ശരാശരി ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കൊക്കെ ആ മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യുള്ളൂ. നമ്മളൊരു 6 മാർക്കാണ് കണക്കാക്കുന്നത്. ഇനി ഇപ്പുറത്ത് മലയാളമാണെന്നുണ്ടെങ്കിലോ അവിടെ ഈ അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 5 മാർക്കൊക്കെ മലയാളത്തിൽ നിന്ന് കിട്ടും. 7 മേടിച്ചവരും കാണും, 10ൽ 10 മേടിച്ചവരും കാണും. പക്ഷേ നമ്മൾ നോക്കിയാൽ ആ ഒരു രീതി നോക്കി ഒരു 5 മാർക്കേ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ഈ ടോട്ടൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 100ലാണ്. ആ ഒരു 100ലേക്ക് നോക്കിയാൽ അല്ലേ നമുക്ക് നോക്കാം എത്രയാണ് മാർക്കുകൾ. 6, 5, 11, 11, 11, 22 അല്ലേ. 22 ഇവിടെ ആയല്ലോ. 22ഉം 23ഉം എന്ന് പറയുന്നത് എത്രയായി, 22ഉം 23ഉം 45ആയി. 45ഉം 15ഉം ഒരു 60 മാർക്ക്. 60 മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് എന്ന് വെച്ചാൽ എബവ് ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ് അല്ലേ. എബവ് ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ് ഈ 100ൽ 60 എന്ന് പറയുന്നൊരു മാർക്ക് എന്ന് പറയുന്നത്. ഈ മാർക്കിന് ചിലപ്പോൾ എന്താകാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെയുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട്. ഈ മാർക്ക് എന്ന് പറയുന്നത്
നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നതല്ല ഇപ്പോൾ എല്ലാവരുടെയും പ്രധാനം. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. കാര്യം എന്താ, ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ 20 മാർക്ക് ഇവിടെ ഉണ്ട്. അതിലെന്തെങ്കിലും അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മാർക്ക് നമുക്ക് വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം, റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ നമ്മൾ മുന്നിലൊക്കെ എത്തിയെന്നൊക്കെ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂ കോള് കടക്കുവാനായിട്ട് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടാനായിട്ട് ഏതൊക്കെ മാർക്ക് സാധ്യതയുള്ള ആളുകൾക്കുണ്ട് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? അപ്പോൾ നമ്മളുടെ രീതി നോക്കിയാൽ അറിയാമല്ലോ, ഇത്രയുമൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നാലും ഒരു 10% ഒരു എററൊക്കെ എല്ലാവർക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അങ്ങനെ നോക്കിയാൽ ചില ആളുകൾക്ക് മാർക്ക് കുറയും, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റാങ്ക് വരുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ വരാം എന്ന് നമുക്കറിയാൻ പറ്റും, അല്ലേ? നമ്മൾ നോക്കിയാൽ സ്കൂളുകളാണ് ഈ പറയുന്ന റാങ്ക് പട്ടികയും മാർക്കും ഒക്കെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ളത്. ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടുതൽ ചെയ്യുന്ന മേഖല എന്തായിരിക്കും? നിയമനം കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്യും, സ്കൂളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്യും, വലിയ റാങ്ക് ലിസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലേ? എന്നിട്ട് അവിടെ പോയി ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ കൂടുതലുള്ള വടക്കൻ കേരളത്തിൽ റാങ്ക് പട്ടികയും വലിയ റാങ്ക് പട്ടികയായിരിക്കും, അല്ലേ? നിയമനവും അവിടെ കൂടുതലാണ്. തെക്കൻ കേരളത്തിൽ പൊതുവെ നിയമനം കൂടുതൽ നടക്കുമെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുണ്ട്. അവിടെ പക്ഷേ എന്താണ്, ആ ജില്ലകളിലുള്ള ആളുകൾ തന്നെ എന്തായിരിക്കും വേറെ ജില്ലകളിൽ പെടുന്നത്. കാര്യം അവിടെ എഴുതിയിട്ട് കാര്യമില്ല എന്ന് കണക്കായി കൊണ്ട് പോയി എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലുള്ള ജില്ലകളുമുണ്ട്. താരതമ്യം റിമോട്ട് ഏരിയാസ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. റിമോട്ട് ഏരിയ ഇപ്പം നമ്മൾ നോക്കിയാൽ ഇടുക്കിയുണ്ട്, വയനാടുണ്ട്, അതേപോലെ പത്തനംതിട്ടയുണ്ട്, അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഉണ്ട്, റിമോട്ട് ഏരിയാസ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ചില സർക്കാർ സ്കൂളുകളൊക്കെയാണ് ഉള്ളത് കൂടുതൽ. അതുകൊണ്ട് സ്കൂളുകൾ ഇവിടെ അത്യാവശ്യം കൂടുതലുണ്ട്. വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് ആ മേഖലയും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ നമ്മുടെ മാർക്കിൻ്റെ അനുപാതം വരാൻ നേരത്ത് വലിയ വ്യത്യാസം അങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു 60% മാർക്കൊക്കെ നേടിയിട്ടുള്ള ആളുകൾ സേഫാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ സേഫാണ്. 60% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. സേഫ് എന്ന് വെച്ചാൽ ഏത് ജില്ലയിലായാലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോൾ കിട്ടിയിരിക്കും, യാതൊരു തർക്കവും വേണ്ട. ഒരു 60 മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടും. എന്നാൽ പല ആളുകളാണ്, പല ജില്ലകളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജില്ലകളെ പലതായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും, അല്ല? നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇപ്പം ആലപ്പുഴ, അല്ലേ? ആലപ്പുഴ എന്ന് വെച്ചാൽ എന്താണ്, സ്കൂളുകൾ വളരെ കുറവാണ്, നമുക്കറിയാൻ പറ്റും, അല്ലേ? സ്കൂളുകൾ കുറവാണ്, നിയമനങ്ങൾ വളരെ കുറവാണ് ആലപ്പുഴ. അതേപോലെ നമ്മൾ നോക്കിയാൽ പത്തനംതിട്ട, ആലപ്പുഴ, പത്തനംതിട്ട. പിന്നെ നോക്കിയാൽ അടുത്ത സ്കൂളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കിയുണ്ട്. ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? വയനാട് വരും. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, ഈ ജില്ലകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പിന്നെ കോട്ടയം വേണം നമുക്ക് ഈ കൂട്ടത്തിൽ കൊടുത്താൽ. കോട്ടയം കൂട്ടുന്നില്ല. അതിനാൽ ഈ ഒരു ജില്ലകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജില്ലകൾ നമ്മൾ നോക്കിയ നിയമനം വളരെ കുറവാണെന്ന് പറയുന്നത്, റിമോട്ടഡ് ഏരിയ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ കൂടുതൽ മത്സരങ്ങളെന്ന് പറയുന്നത് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ വലിയ കടുത്ത മത്സരങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾ കൂടുതലുള്ള വടക്കൻ കേരളത്തിലെ ജില്ലകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴുള്ള കട്ട് ഓഫ് ഇവിടെ വരാനായിട്ട് സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമ്മൾ നോക്കിയാൽ ഒരു 55-ന് താഴെ മാർക്കുള്ള ആളുകൾ പോലും, അല്ലെ, ഒരു 53-ഓ 52-ഓ ഒക്കെ ആയാലും, അല്ലെങ്കിൽ ഒരു മാക്സിമം 55-ന് താഴെയുള്ള, മുകളിലെന്ന് പറയില്ല, 55-ൽ താഴെ മാർക്ക് മേടിച്ചു കഴിഞ്ഞാലും ഈ ഏരിയയിലുള്ള ആളുകൾക്ക്, അതായത് ഒരു കൃത്യമായി പറഞ്ഞാൽ 53, ഒരു 56 മാർക്കൊക്കെ ഉള്ള ആളുകൾ, ഒരു 55 മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 55 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിലുള്ള ആളുകളുണ്ടല്ലോ, ഇവർക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂവിനുള്ള കോൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളാണ്. ഇത് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മത്സരവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന കുറച്ച് ജില്ലകളുണ്ട്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം ഉണ്ട്, അല്ലേ? പാലക്കാട് ഉണ്ട്, മലപ്പുറം ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. ഈ ഒരു 5 ജില്ലകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കട്ട് ഓഫ് മറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായിരിക്കും പൊതുവെ കൂടുതലായിരിക്കും. കാര്യം എന്താ, എല്ലാ ജില്ലകളിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർ പോയി ഇവിടെ പരീക്ഷ എഴുതും. ജില്ല വിട്ട് പോയി പരീക്ഷ എഴുതും. ജില്ല വിട്ട് അത്രയും ബുദ്ധിമുട്ടി അവിടെ പോയി എഴുതുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അത്രയും നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയി എഴുതുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാർക്ക് എന്നുള്ളതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഏരിയയിൽ ഏകദേശം ഒരു 58ഓളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒരു 58 മാർക്ക്, ഒരു 62 മാർക്കാണ്. ഒരു 58, 62 മാർക്കൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, 58-നും 62-നും ഇടയിൽ മാർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തിരുവനന്തപുരമായാലും പാലക്കാടായാലും മലപ്പുറമായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും അവർക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല മാർക്കും കാണും. ഈ മാർക്ക് മതിയാവും, അല്ലെ? ജോലിയും കിട്ടാനൊക്കെ ആയിട്ടുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത 3ാമത്തെ കാറ്റഗറിയിലുള്ള ജില്ലകളുണ്ട്. അത് ഏതൊക്കെയാണ്? അത്
അല്ലേ? കാസർഗോഡുണ്ട്, തൃശ്ശൂരുണ്ട് അല്ലേ? കാസർഗോഡുണ്ട്, തൃശ്ശൂരുണ്ട്. പിന്നെ നോക്കിയാൽ എറണാകുളമുണ്ട്, പിന്നെ കോട്ടയമുണ്ട്, കൊല്ലം. ഇത് എന്ന് വെച്ചാൽ കുറച്ചുകൂടി മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു സംഭവമാണ്. അതായത് ഇവിടെ നമുക്ക് വേണ്ടുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം എത്ര മാർക്ക് വേണ്ടി വരും? ഒരു 58-ൽ താഴെ മാർക്കുണ്ടെങ്കിൽ, അതായത് ഒരു 55-നും ഒരു മാക്സിമം ഒരു 60 മാർക്കിനും ഇടയിൽ നേടിയാൽ, 55-നും 60-നും ഇടയിൽ മാർക്ക് നേടിയാൽ കാസർഗോഡ്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം ജില്ലകളിലുള്ള ആളുകൾക്ക് ഇൻ്റർവ്യൂവിനുള്ള കോള് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ ഒരു 58 മുതൽ 62 വരെയുള്ള മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ മുതലായ ജില്ലകളിലുള്ള ആളുകൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഇൻ്റർവ്യൂ കോൾ ലെറ്റർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ 53-നും 56-നും ഇടയിൽ മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ നടക്കുന്ന റാങ്ക് പട്ടികയിൽ നിങ്ങൾ ഉൾപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇതാണ്. ഞങ്ങൾ വിലയിരുത്തിയത് ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിയ കാര്യം എന്താ, ഈ ഒരു പരീക്ഷ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ധാരാളം പരീക്ഷകൾ വരാനിരിക്കുകയാണല്ലോ. LD ക്ലർക്കിൻ്റെ പരീക്ഷ ഈ സമയം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഠനം തന്നെ അവിടെ ഇല്ലാത്തത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ സൈക്കോളജിയും കുറച്ച് അനുബന്ധമായിട്ടുള്ള 3-4 മാർക്കിൻ്റെ വിഷയങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ തുടരുക, പഠിച്ച് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ ആ ഒരു യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ജോലി നേടിയെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.